ദ ജേർണലിസ്റ്റിലേക്ക് പാശ്ചാത്യ മാധ്യമങ്ങളും നമുക്കിടയിലുള്ള ഒരു വിഭാഗം യൂട്യൂബർമാരും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വലിയ നിലവിളിയിലാണ്. പശ്ചിമേഷ്യയുടെ ഇപ്പോഴത്തെ മഹാദുരന്തത്തിന് കാരണം ഇറാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രമാണ് എന്നാണ് ഇവരുടെ വാദം. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ കാരണവും ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തി പ്രവാസികളായ ഇന്ത്യക്കാരെ ഉൾപ്പെടെ ദുരിതത്തിലാക്കുന്ന ആക്രമണത്തിൻ്റെ പ്രധാന കാരണവുമൊക്കെ ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന ദുഷ്ടരാഷ്ട്രം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി അമേരിക്ക പറയുന്നത് അംഗീകരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം എന്നാണ് ഒരു വിഭാഗം ആളുകൾ ബോധപൂർവം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ പ്രചാരണത്തിൽ ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് എന്ന് ഇടയ്ക്കിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അതായത് ഇസ്ലാമിക രാഷ്ട്രമാണ് എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ കുറ്റം. അങ്ങനെ ഒരു രാഷ്ട്രവും ഈ ലോകത്ത് നിലനിൽക്കേണ്ടതില്ല. അങ്ങനെ ഒരു രാഷ്ട്രത്തിനും പരമാധികാരം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു രാഷ്ട്രം ആണവ പരീക്ഷണം നടത്തിയാൽ അത് തീവ്രവാദത്തിന് വേണ്ടിയായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നിരന്തരമായി വരുന്ന കമൻറ്റുകളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ വിഷയത്തെ വർഗീയമായി വക്രീകരിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന സകല ചെറ്റത്തരങ്ങളും ഗംഭീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ തന്നെ ഒരു കൃത്യമായ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പലരും ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എങ്ങനെയാണ് ഈ യുദ്ധം ഉണ്ടായത്, എങ്ങനെയാണ് ഇറാൻ ഈ വിധത്തിൽ ആക്രമണങ്ങൾ ആരംഭിച്ചത്, എന്താണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ, ഹോർമുസ് കടലിടുക്കിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ വിഷയത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് ഇറാൻ എന്നത് മാത്രം പിടിച്ച് സർവത്ര വർഗീയ ചർച്ചകൾ. നോക്കുക, ഇറാൻ ഇപ്പോഴെടുക്കുന്ന നിലപാട് എന്താണ്? തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ, അതായത് ഇറാൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുക, ഹോർമുസ് കടലിടുക്ക് തങ്ങൾക്ക് വിട്ടു നൽകുക, ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, തങ്ങളുടെ പരമാധികാരം തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കുക, അതുപോലെ തന്നെ ഇത്രയും കാലം ഇറാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുക എന്നതടക്കം തങ്ങളുടെ പരമാധികാരവും ആത്മാഭിമാനവും മുറുക്കെ പിടിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യുദ്ധം നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നാണ് ഇറാൻ പറഞ്ഞത്. ഇറാൻ അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയാകട്ടെ 2 മാസത്തിനിപ്പുറവും ഒന്നും ചെയ്യാൻ കഴിയാതെ നടുക്കടലിൽ നിന്ന് നട്ടം തിരിയുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, അമേരിക്കയുടെ എത്ര കപ്പലുകൾ ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക രംഗത്തിറക്കി. USS ജെറാൾഡ് ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ, USS ജോർജ് W ബുഷ്, അതിനിടയിൽ വേറെയും കുറേ USSകൾ, അതിനിടയിൽ ഇസ്രായേലിലേക്ക് 50,000 കോടിയുടെയോ മറ്റു ആയുധങ്ങൾ എത്തിച്ചു എന്ന് വാർത്തകൾ വരുന്നു. ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന പടക്കപ്പലിൻ്റെ ദൃശ്യങ്ങൾ അമേരിക്ക ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇത്രയധികം നീക്കങ്ങൾ നടത്തിയിട്ടും ഇത്രയധികം പടക്കപ്പലുകളെ പല ഘട്ടങ്ങളിലായി കൊണ്ടുവന്നിട്ടും ഹോർമുസ് കടലിടുക്കിൽ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് വഴി ഇറാനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ ഹോർമുസ് കടലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയ അമേരിക്കയുടെ 2 പടക്കപ്പലുകൾ കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് പേടിച്ച് പിന്തിരിഞ്ഞ് ഓടിപ്പോന്നിട്ടുമുണ്ട്. ഇറാൻ്റെ ബോട്ടുകൾ മുക്കി ഇറാനെ ഭയപ്പെടുത്തി അമേരിക്ക 2 കപ്പലുകൾ അവിടെ നിന്ന് സ്വതന്ത്രമാക്കി എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ തെറ്റാണെന്നും ഇതൊക്കെ മൗഢ്യമാണെന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പച്ച നുണയാണെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ അറബ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് രൂക്ഷമായ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും UAE-യിലേക്കാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രീസ് മേഖലയിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2 ആക്രമണങ്ങളാണ് നടന്നത്. ഏതാണ്ട് 5ഓളം മിസൈലുകൾ UAE-യിലെ ഫുജൈറ മേഖലയിലേക്ക് അയക്കുന്നു. അതിലൊരെണ്ണം കടലിൽ വീഴുന്നു, 4 എണ്ണം നിർവീര്യമാക്കുന്നു UAE എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണതിന് ശേഷമാണ് അവിടെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ഫുജൈറയിൽ നിന്ന് ഏതാണ്ട് 78 നോട്ടിക്കൽ മൈൽ വടക്കു മാറി പോകുന്ന ഒരു ഓയിൽ ടാങ്കറിന് നേരെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായതായി യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കപ്പലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എങ്കിലും
കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഫുജൈറയിലെ ഓയിൽ മേഖലയിലേക്ക് ആക്രമണം നടക്കുന്നു. അതുപോലെ തന്നെ ഒമാനിലേക്ക് ആക്രമണം ഉണ്ടായതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബഹ്റൈനെ ഇറാൻ ലക്ഷ്യമിട്ടു അല്ലെങ്കിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ വരുന്നു. പ്രത്യേകിച്ചും UAE ഇപ്പോൾ കുറെ കൂടി ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ വേണ്ടി ഇസ്രായേൽ സഹായിക്കുന്നു, അമേരിക്കയുടെ പിന്തുണ നൽകുന്നു തുടങ്ങിയ വാർത്തകളായിരുന്നു ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇറാന് വലിയ തോതിലുള്ള പ്രകോപനം ഉണ്ടാക്കും. കാരണം ഗൾഫ് മേഖല തങ്ങളുടെ സഹോദര രാജ്യങ്ങളാണെന്നും നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്നും പാശ്ചാത്യ ശക്തിയായ അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് തുരത്തേണ്ടതുണ്ട് എന്നുമാണ് ഇറാൻ തുടക്കം മുതലേ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതായത് പശ്ചിമേഷ്യയെ ഈ വിധത്തിൽ ദുരിതക്കയമാക്കിയത്, ഗൾഫ് മേഖലയ്ക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്കയുടെ ഇടപെടലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാതെ അമേരിക്കയെ അടിച്ച് പുറത്താക്കുന്ന വിധത്തിലുള്ള ഒറ്റക്കെട്ടായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ച ആശയം. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ഉള്ളതിനാൽ തന്നെ ഇറാനൊപ്പം അടിയുറച്ചു നൽകാൻ തയ്യാറാകാതിരിക്കുകയും അമേരിക്കയ്ക്ക് ഫേവറുള്ളായ രീതിയിൽ പലപ്പോഴും ഇടപെടുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് മേഖല കൂടി അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്ന സൂചന നൽകുന്ന വിധത്തിലുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ UAEയിലേക്ക് ആക്രമണം നടത്തുന്നു, തിരിച്ച് ഇറാനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായി എന്നും ഇറാന്റെ ബോട്ടുകൾ മുക്കിയെന്നും ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അതിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഭയാനകമായ തിരിച്ചടികൾ ചിലപ്പോൾ ഇന്ന് രാത്രിയോടെ അറബ് മേഖലയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, നേരത്തെയും ഇറാൻ്റെ ഒരു യുദ്ധരീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഓയിൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ മേഖലകളിലേക്ക് ചില ആക്രമണങ്ങൾ നടത്തും, അതിനുശേഷമായിരിക്കും അതിശക്തമായ രീതിയിലുള്ള തുടരാക്രമണങ്ങൾ നടത്തുക. ഇതാണ് ഇറാൻ്റെ ഒരു ശൈലി. ഇവിടെയും ആ രീതിയിലുള്ള ആക്രമണ നീക്കങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇറാനിലേക്ക് ഏത് നിമിഷവും ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ ഒരു വശത്ത് സജ്ജമായി നിൽക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ അമേരിക്ക വെടിനിർത്തൽ പിൻവലിച്ചൊരു പ്രഖ്യാപനം നടത്തിയാൽ ഉടൻ തന്നെ ഇറാനിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുമെന്ന് പറയുന്നു. അതേസമയം തന്നെ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇനിയും ഹോർമുസ് കടലിടുക്കിലേക്ക് അമേരിക്കൻ കപ്പലുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ്റെ കപ്പലുകൾ തടയുകയും ഇറാൻ്റെ കപ്പലുകൾ പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലേക്ക് ഉൾപ്പെടെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് വീണ്ടും യുദ്ധം പുനരാരംഭിക്കും എന്ന സൂചനയാണ്. അല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള താല്പര്യം തങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ വലിയ തോതിൽ യുദ്ധം നടത്തും, ഗൾഫ് രാജ്യങ്ങളെയും അത് ബാധിക്കും എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ തങ്ങളുടെ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ നീക്കങ്ങൾ ആ വിധത്തിലുള്ളതാണ്. അത് പശ്ചിമേഷ്യയ്ക്ക് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല, വലിയ ഭീതിയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ ഉള്ളത്. ഇറാൻ വീണ്ടും ആക്രമണങ്ങൾ തുടരുമ്പോൾ, അമേരിക്ക പ്രകോപനം തുടരുമ്പോൾ ഏത് നിമിഷവും വീണ്ടും ഒരു മഹായുദ്ധം ആരംഭിക്കും എന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇതുവരെ ഉണ്ടായതുപോലുള്ള സാഹചര്യമായിരിക്കില്ല. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും, വലിയ തോതിൽ വിലക്കയറ്റമുണ്ടാകും, ക്ഷാമം ഉൾപ്പെടെയുള്ളവ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആയിരിക്കും ലോകത്തെ തേടിയെത്തുക. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് അവർ മാത്രമാണ്.